ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടിയുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് നല്ല ടേസ്റ്റാണ്. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് മൈദയാണ്. 1 കപ്പ് മൈദ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ ഒരുമിച്ച് വെള്ളം ഒഴിക്കരുത്. മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം കൂടിപ്പോവാനും കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കൂലേ, അതിലും ഒന്നുകൂടെ കുറച്ച് സ്റ്റിക്കി ആയിട്ട് വേണം ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല കട്ടിയാവരുത്, കുറച്ച് ലൂസിൽ കുഴച്ചെടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ അത്യാവശ്യം നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് തന്നെ കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ ഒരു 3-4 മിനിറ്റ് മെനക്കെട്ടിട്ട് എന്ത് ചെയ്യുക, കുഴച്ചെടുക്കുക. ഇതേപോലെ അത്യാവശ്യം ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് നല്ല വൃത്തിക്ക് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് നമ്മളൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിന് മുന്നായിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇതിങ്ങനെ ഡ്രൈ ആയി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കവിടെ മൂടി വെക്കാം. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനില്ലേ ബോൺലെസ് ചിക്കന് ചെറിയ പീസാക്കിയിട്ട് ഒരു 100 ഗ്രാമോളം ചിക്കൻ ഉണ്ടാവും കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കണേ, ഒരു 1/4 ടീസ്പൂണ്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒറിഗാനോ ആണ്, അതൊരു ഇത്തിരി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 2 ടീസ്പൂൺ തന്നെ വേണേ. ഇനി നമുക്കിതാ ഒരു ഉള്ളീൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഒരു തക്കാളീൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം കൂടി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ക്യാരറ്റിൻ്റെ പകുതിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. നല്ല ചെറുതായിട്ടല്ല, അത്യാവശ്യം നിങ്ങൾ കാണുന്നില്ല ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചിക്കനൊക്കെ നല്ലപോലെ മിക്സ് ചെയ്യുക, ഫ്ലെയിം ഓൺ ചെയ്യുക. നമ്മൾ ഈ ഒരു ചിക്കനെ നേരെ എടുത്തിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 2-3 മിനിറ്റ് ഫസ്റ്റ് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പം അതവിടെ ഇരിക്കട്ടെ. അരമണിക്കൂറിന് ശേഷം കേട്ടോ നമ്മൾ ഈ ഒരു പരിപാടിയൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്, അത് ചിക്കനൊക്കെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് മാവൊന്ന് സെറ്റാക്കി എടുക്കാം. നമ്മൾ ഇതിലേക്ക് 2 ബോൾസ് മാത്രമേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ കൂടുതൽ ഞങ്ങൾ ചപ്പാത്തി ചൂട് പൂരി ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ബോൾസ് ഉണ്ടാക്കുമ്പം അത്യാവശ്യം വലിയ ബോളാക്കിയിട്ട് എടുക്കാൻ നോക്കാം കേട്ടോ. ഞാൻ കാണിച്ചു തരാം, കുഴക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ 2 ബോൾസ് ആക്കിയിട്ട് ഇതെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചിങ്ങനെ എടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കും കൂടി ചെയ്യണം. അപ്പോൾ ഞാനതവിടെ റെഡിയാക്കിയിട്ട് വെക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ റെഡി ആയോ എന്ന് നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് പോയി നോക്കണം. അപ്പോൾ ചിക്കനിന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിത് തുറന്ന് വെച്ചിട്ടാട്ടോ വേവിച്ചെടുക്കുന്നത്. ഈ സമയം ഒന്നുകൂടി ഒന്ന് മിക്സ് ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കൊന്നുകൂടി മിക്സ് ചെയ്യുക, തുറന്ന് വെച്ചിട്ട് വേവിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ചെയ്തെടുക്കാൻ കേട്ടോ. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. ഇനി നമ്മൾ ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പരത്തുമ്പോൾ അത്യാവശ്യം നല്ല തിന്നായിട്ട് വേണം പരത്തിയെടുക്കാൻ. എന്നാലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നല്ല ക്രിസ്പിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റായിട്ട് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. നിങ്ങൾക്ക് സ്നാക്സ് ആയിട്ടാണെങ്കിൽ അങ്ങനെയും റെഡിയാക്കി എടുക്കാം. വൈകുന്നേരമൊക്കെ സ്കൂളിൽ വരുന്ന കുട്ടികൾക്കൊക്കെ സ്നാക്സ് ആയിട്ട് റെഡിയാക്കി കൊടുക്കാം. നല്ല ടേസ്റ്റുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഞാനിങ്ങനെ അത് ഒട്ടിപ്പിടിക്കുന്നുണ്ടേനു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പൊടി ഇട്ടിട്ട് നല്ലപോലെ പരത്തിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അത്യാവശ്യം വലുപ്പത്തിൽ വേണം ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കാൻ. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തുന്നതിനേക്കാളും ഒന്നുകൂടി തിന്നായിട്ട് അത്യാവശ്യം വലുപ്പത്തിൽ നമ്മളിതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ വേണം നമ്മൾ പരത്തിയെടുക്കാൻ. നമ്മളിത് ഒരു റൊട്ടി ആയിട്ടാട്ടോ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതേപോലെ കേട്ടോ, അത്യാവശ്യം നല്ല തിന്നായിട്ട് തന്നെ ഉള്ളത്. ഇനി നമുക്കിത് ഒന്ന് ചുട്ടെടുക്കാം. ഞാനല്ലേ ഈ ഒരു പാനിനെക്കാട്ടി വലുതാണ് നമ്മളെ ഈ ഒരു മാവുള്ളത്. അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാട്ടോ ഇതൊന്ന് സെറ്റാക്കി എടുത്തത്. പിന്നെ നമ്മളിത് ചുട്ടെടുക്കുക എന്ന് പറയുമ്പോൾ ഒന്നങ്ങോട്ട് വേവിച്ചെടുത്താൽ മാത്രം മതി. ഒന്ന് ചൂടായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. വേവിച്ചെടുക്കുമല്ലോ കേട്ടോ, സോറി, ഒന്ന്
ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. ഒരു ഭാഗം ഒന്നിങ്ങനെ ചെറിയൊരു ബബിൾസ് വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. നമുക്ക് ഇപ്പുറത്തെ ഭാഗം തിരിച്ചിട്ട് കൊടുക്കുക, എടുക്കുക. ഇത്ര മാത്രം വന്നാൽ മതി കേട്ടോ. അധിക വേവൊന്നും വേണ്ട. പിന്നെ നമുക്ക് പണിയായി പോകും കേട്ടോ. രണ്ടാമത്തെ ഇതാ ഞാൻ കുറച്ച് നല്ലപോലെ പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് പരത്തിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പൊടി ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുവേ. അപ്പോൾ ഇതാ രണ്ടാമത്തെയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതും ഇതുപോലെ തന്നെ ആയിട്ട് നിറച്ച് ചെയ്തപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. വേവണ്ട, നമുക്കിത് നമ്മളല്ലാണ്ട് തന്നെ വേവിച്ചെടുക്കും. അപ്പോൾ വേവണ്ട, ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ കൈ വെച്ചിട്ട് ഇതാ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ആ ഒരു കളറ് മാറി വരുമ്പം, അടിയത്തെ കളറ് മാറി വരുമ്പം മേലെ മറിച്ചിട്ട് കൊടുക്കുക. രണ്ട് ഭാഗവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് മാറ്റുകയും ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ വെന്തോവും. അപ്പോൾ ഇതാ രണ്ടും റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ചിക്കനും റെഡി ആയിട്ടുണ്ട്. ചിക്കനിലെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലപോലെ ഡ്രൈ ആയി വരണം. ആ എണ്ണയൊക്കെ ചെറുതായിട്ടൊന്ന് തെളിഞ്ഞ് വന്നാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതും അവിടെ മാറ്റാം. ഇനി നമുക്ക് റെഡിയാക്കി എടുക്കുന്ന ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓവറൊന്നും വേണ്ട കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ മതിയാവും. എന്നിട്ട് നമ്മൾ ആ ഒരു ചുട്ട് വെച്ച ആ ഒരു ചപ്പാത്തി അതില്ലേ ഇങ്ങനെ കട്ടിയുള്ള ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്താ വെച്ചാൽ മൈദ കൊണ്ട് പെട്ടെന്ന് ഇതായി കിട്ടും കേട്ടോ, സെറ്റായി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ മൊസറല്ല ചീസാണ് സെറ്റാക്കി വെച്ച് കൊടുക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചീസ് എന്തായാലും ഇതിലേക്ക് നിർബന്ധമാണ്, എന്നാലാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ്റെ മിക്സിലെ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഒരു പീസ് കഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വയറ് ഫില്ലാവും, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ചിക്കൻ ഫുള്ള് നമ്മൾ വെച്ച് കൊടുക്കുക. ലോഡ് ചിക്കൻ വെച്ച് കൊടുത്താലാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് കെച്ചപ്പ്, ടൊമാറ്റോ കെച്ചപ്പാണ്, അതോടെ ഇങ്ങനെ മേലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മയോണീസ്, ഇത് വെജിറ്റബിൾ മയോണീസാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മയോണീസ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതും കുറച്ച് ലോഡ് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഓയിൽ അധികമല്ല, പിന്നെ പൊട്ടേറ്റോ ആണ്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ മേലെ ഒരു ചപ്പാത്തിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മൈദ ആയതുകൊണ്ട് കറക്റ്റ് ഒട്ടി കിട്ടിക്കോളും. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് കുറച്ച് മൊസറല്ല ചീസും കൂടി വെച്ച് കൊടുക്കുക. അത് നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ കുറച്ച് എള്ള് വെറുതെ ഇങ്ങനെ വിതറി കൊടുത്തെന്നുള്ളൂ കേട്ടോ. എന്നിട്ട് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്കാക്കി എടുക്കുക. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആയി കിട്ടും, പെട്ടെന്ന് സെറ്റായി കിട്ടും കേട്ടോ. ചപ്പാത്തി നമ്മൾ നേരത്തെ വേവിച്ചായതുകൊണ്ട് തന്നെ ഒന്ന് സെറ്റ് ആവാനോ ഉണ്ടേനുള്ളൂ, ഒന്ന് മുരിയാൻ മാത്രമേ ഉണ്ടായിക്കോളൂ കേട്ടോ. എന്നിട്ട് ഒരു ഭാഗം ആയാൽ അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുക്കുക. ചീസ് അതിലേക്ക് ഏകദേശം സെറ്റായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ. ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ ഇപ്പുറത്തെ ഭാഗവും റെഡിയായി ഉണ്ടാവും. ഇനി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിലെ റോളറൊക്കെ ഉണ്ടെങ്കിൽ നല്ല പോലെ കട്ട് ചെയ്ത് കിട്ടും. നമ്മൾ കത്തി ഉപയോഗിച്ചിട്ടായതുകൊണ്ട് കുറച്ച് അടിയിടിയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിങ്ങനെ കട്ട് ചെയ്യുക, കഴിക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഒരു പീസ് കഴിക്കുമ്പോൾ തന്നെ അത്യാവശ്യം ഹെവിയാണ്, നല്ല വയറ് ഫില്ലാവും. പിന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. ഇതിവിടെ തികഞ്ഞിക്കില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ ഉണ്ടാക്കിയിട്ട് ഒരു ഇത് സെറ്റേ ഉണ്ടാക്കിയിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഇവിടെ തികഞ്ഞിക്കില്ല. എന്തായാലും നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ഫ്രം ജസ്റ്റ് ആവശ്യം എൻ്റർടൈൻമെൻറ്റ്.